ഹായ് മക്കളെ, 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകൾക്ക് ഈ വർഷം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് സ്കൂളിന് നാളെ എന്താണ് ബേസിക് സയൻസ് ആണല്ലേ. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നതെന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ? ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ, ഇവിടെ 2 സർക്യൂട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സർക്യൂട്ട് നമ്പർ 1ഉം സർക്യൂട്ട് നമ്പർ 2ഉമാണുള്ളത്. ചോദ്യം, റൈറ്റ് ഡൗൺ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ സർക്യൂട്ട് ഗിവൺ എബവ്. ഇവിടെ ഒന്നാമത്തെ സർക്യൂട്ട് എന്താണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ സർക്യൂട്ട് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് നോക്കൂ, ഈ സർക്യൂട്ട് ഒരു ഓപ്പൺ സർക്യൂട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതി കൊടുക്കണം? ഓപ്പൺ സർക്യൂട്ട് എന്ന് എഴുതി കൊടുക്കുക. ഇനി സർക്യൂട്ട് നമ്പർ 2 എങ്ങനെയാണ്? ഇതൊരു ക്ലോസ്ഡ് ആണ്. സോ ക്ലോസ്ഡ് സർക്യൂട്ട്. അപ്പോൾ ഒന്നാമത്തേത് ഓപ്പൺ ആണ്, രണ്ടാമത്തേത് ക്ലോസ്ഡ് ആണ്. ഇനി ഇവിടെ വിച്ച് ആർ ദ ഡിവൈസസ് ദാറ്റ് ആർ നെസസറി ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നവിടെ തന്നിട്ടുണ്ട്, ഒരു ഇലക്ട്രിക് ഡിവൈസ് വേണം അല്ലേ. അതുപോലെ തന്നെ എന്ത് വേണം? ഒരു ഇലക്ട്രിക് സോഴ്സ് അവിടെ വേണം. ഓക്കെ, ഇലക്ട്രിക് സോഴ്സ് വേണം. അതുപോലെ തന്നെ ഒരു വയറും വേണം അല്ലേ. ഒരു കോപ്പർ വയറും കൂടെ അവിടെ വേണം. മൂന്നാമത്തത്, വെൻ ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ ദ ബോഡി യു ഗെറ്റ് എൻ ഇലക്ട്രിക് ഷോക്ക്. എന്താണ്? നമ്മൾ ഇലക്ട്രിക് നമ്മുടെ വയലിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ, ശരീരത്തിലൂടെ ഒരു വൈദ്യുതി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഒരു ഷോക്ക് ഉണ്ടാവും അല്ലേ. വൈ? എന്തുകൊണ്ടാണ്? റൈറ്റ് ടു സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ആർ മേ ഗെറ്റ് എ ഷോക്ക്. എങ്ങനെയാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്? അതിൻ്റെ 2 ഇത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്? കാരണം ഹ്യൂമൻ ബോഡിയിൽ എന്തുണ്ട്? ഹ്യൂമൻ ബോഡി കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഏതൊക്കെ സർക്കംസ്റ്റാൻസസ് ആണുള്ളത്? ഒന്നെന്ന് പറയുന്നത് നമ്മൾ വയർ ടച്ച് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ ടച്ചിങ് എ ലൈവ് വയർ. അതുപോലെ തന്നെ യൂസിങ് ഇലക്ട്രിക്കൽ ഡിവൈസസ്. ഓക്കെ, ഡിവൈസസ് എങ്ങനെ? വിത്ത് വെറ്റ് ഹാൻഡ്. നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Question number 2 has 2 parts, 2A and 2B ആണ്. റൈറ്റ് either 2A or 2B. 2A അല്ലെങ്കിൽ 2Bയോ നമുക്ക് ആൻസർ ചെയ്താൽ മതി. 2A, the materials needed for making an ice box are a small box, thermocol and a white enamel paint. In what ways can heat loss be minimized when we use this? എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഐസ് പെട്ടിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഒന്ന് തെർമോക്കോള്, അതുപോലെ തന്നെ ഒരു സ്മോൾ ബോക്സ്, അതുപോലെ വൈറ്റ് ഇനാമൽ പെട്ടി. ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ലോസ് ആണ് അവിടെ, ഹീറ്റ് ലോസ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് അവിടെ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? തെർമോക്കോൾ ആണല്ലേ. തെർമോക്കോൾ ഉപയോഗിക്കുന്ന അവിടെ എന്താണ് ഉണ്ടാവുന്നത്? അവിടെ കണ്ടക്ഷൻ ആണ് ഉണ്ടാവുന്നത് അല്ലേ. കണ്ടക്ഷൻ. അപ്പോൾ ആൻസർ എന്താണ്? കണ്ടക്ഷൻ എന്ന് എഴുതി കൊടുക്കുക. ഇനി കൺവെക്ഷൻ ഉണ്ടാവുന്നത് ഏതാണ്? എയറിൽ നിന്നാണ് കൺവെക്ഷൻ ഉണ്ടാവുന്നത്. ഇനി അടുത്തത് വൈറ്റ് ഇനാമൽ പെയിൻ്റ് ആണല്ലേ. വൈറ്റ് ഇനാമൽ പെയിൻറ്റ്. ഇനാമൽ പെയിൻറ്റ് അതിലെന്താണ്? അതിലുള്ളത് റേഡിയേഷൻ ആണ്. റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഏതാണെന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് മെർക്കുറി ഗിവൺ ബിലോ ഈസ് യൂസ്ഡ് ടു മേക്ക് എ തെർമോമീറ്റർ. തെർമോമീറ്റർ ഉണ്ടാക്കാനുള്ളത് താഴെ കൊടുത്തുള്ള മെർക്കുറിയുടെ പ്രോപ്പർട്ടിയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? എബിലിറ്റി ടു കോൺട്രാക്ട് ആൻഡ് എക്സ്പാൻഡ് ഈവൻ ഇ എ ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിലാണെങ്കിലും അത് എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനുമുള്ള അതിൻ്റെ കഴിവ്. എബിലിറ്റി ടു കോൺട്രാക്ട് ആൻഡ് എക്സ്പാൻഡ് സ്ലോലി. വളരെ പതുക്കെ എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനുമുള്ള കഴിവ്. എബിലിറ്റി ടു കോൺട്രാക്ട് ആൻഡ് എക്സ്പാൻഡ് ഓൺലി അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ മാത്രം നടക്കുന്നത്. നൺ ഓഫ് ദസ്. ഏതാണ് ഇതിലെ ആൻസർ എന്ന് പറയുന്നത്? എബിലിറ്റി ടു കോൺട്രാക്ട് ആൻഡ് എക്സ്പാൻഡ് അറ്റ് എ ലോ ടെമ്പറേച്ചർ എന്നുള്ള ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ എന്താണ് താഴെ കൊടുത്തിട്ടുള്ളത്? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ സിറ്റുവേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം.
എ എന്ന് പറയുന്നത് വാട്ടർ ഈസ് ദ പോട്ട് ഗെറ്റ്സ് ഹീറ്റഡ് ഫ്രം ദ ഫ്ലെയിം ഓഫ് ദ ഗ്യാസ് സ്റ്റവ്. ഗ്യാസ് സ്റ്റവിൽ നിന്നും ഒരു ഹീറ്റായിട്ടുള്ള ഒരു ഫ്ലെയിമിന് ആ ഒരു പോട്ടിന് കിട്ടുന്ന ആ ഒരു ഇത്. ഓക്കെ, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ വാക്വം ബിറ്റ്വീൻ ദ ഡബിൾ വാൾസ് ഓഫ് എ തെർമോഫ്ലാസ്ക്. തെർമോഫ്ലാസ്കിന് എന്താണ് ഡബിൾ വാൾ ഉണ്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു വാക്യം ട്രാൻസ്ഫർ ആകുന്നത്. അതുപോലെ ഹീറ്റ് ത്രൂ ദ വെന്റിലേഷൻ ഇൻ ബിൽഡിങ്സിലെ വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സിറ്റുവേഷൻ എ കൊടുത്തിട്ടുണ്ട്. സിറ്റുവേഷൻ എയിൽ എന്താണ്, ഗ്യാസിൽ നിന്നും ആ പോട്ടിലേക്ക് വരുന്നത് എന്താണ്, അവിടെ കണ്ടക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ. ഇനി രണ്ടാമത്തത് എന്താണ് അവിടെ നടക്കുന്നത്, തെർമോഫ്ലാസ്കിൽ നടക്കുന്നത് റേഡിയേഷൻ ആണ്. ഓക്കെ, റേഡിയേഷൻ. ഇനി മൂന്നാമത്തെ സി എന്ന് പറയുന്നത് അവിടെ എന്താണ്, വെന്റിലേഷൻ നടക്കുന്നത് കൺവെക്ഷൻ വഴിയാണ്. ഓക്കെ, കൺവെക്ഷൻ. ചോദ്യമാണ് 2B ആണ്. ഒബ്സർവ് ദ ഗിവൻ ഫ്ലോ ചാർട്ട് ആൻഡ് കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ്സായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് എഴുതി കൊടുക്കണം. ബ്ലഡ് ആണല്ലേ, ബ്ലഡ് ഓക്സിജൻ കിട്ടുന്നത് എങ്ങനെയാണ് ബ്ലഡിലേക്ക്, ലങ്സ് വഴിയാണല്ലേ. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം, ലങ്സ് എന്നുള്ളത് എഴുതി കൊടുക്കുക, ലങ്സ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത് ഏതാണ്, സെൽസ് വഴിയാണ്, സെൽസ്. യൂറിയ ഏതാണ്, കിഡ്നിയിൽ നിന്നാണ്, കിഡ്നി. അടുത്ത നോക്ക്, സ്മോൾ ഇൻറ്റൻസൈൽ നടക്കുന്നത് എന്താണ്, ഡൈജസ്റ്റഡ് ഫുഡാണ് അല്ലേ. സോ ഇവിടെ ഡൈജസ്റ്റഡ് ഫുഡ് എന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഫുഡ് ഡൈജക്ഷൻ എന്ന് എഴുതി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫുഡ് ഡൈജക്ഷൻ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നും ഇല്ല. ഇനി അടുത്തത്, വിച്ച് ഓർഗൻ ഫിൽറ്റേഴ്സ് ഔട്ട് യൂറിയ ഫ്രം ദ ബ്ലഡ്. ബ്ലഡിൽ നിന്നും യൂറിയയെ ഫിൽറ്റർ ചെയ്യുന്നത് ആരാണ്, ഏത് ഓർഗനാണ്, കിഡ്നി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കിഡ്നി എന്നാണ് ആൻസർ വരുന്നത്, കിഡ്നി. ദ ലിവർ ഡിസ്ട്രോയ്സ് ഹാംഫുൾ കെമിക്കൽസ് ദാറ്റ് എൻ്റർ ദ ബ്ലഡ് സ്ട്രീം. നമ്മളെ ബ്ലഡിലേക്ക് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ വന്നിട്ടുണ്ട്, നമ്മളെ ലിവർ എന്ത് ചെയ്യും, നശിക്കും. റൈറ്റ് ടു അതർ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ലിവർ. ലിവറിൻ്റെ രണ്ട് ഫങ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ഒന്നെന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് പൈൽ. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോഴ്സ് ഗ്ലൈസോജൻ. ദെൻ എന്താണ്, ഹെൽപ്സ് ഇൻ ഡൈജഷൻ. ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു, ഹെൽപ്സ് ഇൻ ഡൈജഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. കൺട്രോളിങ് ദ മൂവ്മെന്റ് ഓഫ് വേരിയസ് മസിൽസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ മൂവ്മെൻറ്റിനൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ആർ ദ അതർ ഫംഗ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ. അങ്ങനെയാണെങ്കിൽ ബ്രെയിനിൻ്റെ മറ്റുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഒന്ന് തിങ്കിങ് ആൻഡ് മെമ്മറി ആണ്. ഓക്കെ, തിങ്കിങ് ആൻഡ് മെമ്മറി. മറ്റൊന്നെന്താണ്, കൺട്രോൾസ് ബോഡി ആക്ടിവിറ്റീസ്, കൺട്രോൾസ് ബോഡി ആക്ടിവിറ്റീസ്. ഇനി അടുത്തത് ബി ചോദ്യം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ നെർവസ് സിസ്റ്റം അതർ ദാൻ ദ ബ്രെയിൻ. ബ്രെയിൻ അല്ലാതെ പിന്നെ എന്തൊക്കെയാണ് നെർവസ് സിസ്റ്റത്തിൽ ഉള്ളത്, എന്തൊക്കെയാണ്, ഒന്ന് സ്പൈനൽ കോഡ്. ഓക്കെ, സ്പൈനൽ കോഡ്. മറ്റൊന്ന് നെർവസ്. ഇത് രണ്ടുമാണ് ഉള്ളത്. സി ഹൗ ഡസ് ദ യൂസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് അഡ്വൈസ്ലി എഫക്ട് ദ ഫങ്ഷൻസ് ഓഫ് ദ നെർവസ് സിസ്റ്റം. ഈ ആൽക്കഹോളൊക്കെ അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഫങ്ഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്നെന്താണ്, നമ്മളെ ബ്രെയിനിനെ ഡാമേജ് ആക്കും. ഓക്കെ, ഡാമേജസ് ബ്രെയിൻ. അതുപോലെ തന്നെ അഫക്ട്സ് കോർഡിനേഷൻ ആൻഡ് തിങ്കിങ്. നമ്മളെ ചിന്തിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഓരോന്ന് ചെയ്യാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റിയൊക്കെ ഇല്ലാതാക്കും. ഓക്കെ, അതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് വരുന്ന അഫെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ദ ഇൻഫർമേഷൻ നോട്ടഡ് ബൈ എ ചൈൽഡ് അബൌട്ട് ന്യൂ മൂൺ, ഫുൾ മൂൺ ആൻഡ് ഹാഫ് മൂൺ ഈസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ കൊടുത്ത ഫുൾ മൂൺ, ന്യൂ മൂൺ, ഹാഫ് മൂണിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ ഫോൾസ് ഓൺ ദ ഷാഡോ ഓഫ് ദ എർത്ത്. എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഇതിൻ്റെ ഷാഡോ ഉണ്ടാവില്ലേ, ചന്ദ്രൻ്റെ നിഴൽ ഭാഗം ഭൂമിയുടെ നിഴലിൽ വരുന്നതാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. ഇനി ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ
എർത്ത്. ചന്ദ്രൻ്റെ പ്രകാശിതമായിട്ടുള്ള ഭാഗം ഭൂമിയുടെ ഫേസിന് അഭിമുഖമായിട്ട് വരുന്നതാണ്. ഹാഫ് മൂൺ എന്ന് പറഞ്ഞാൽ ദ ഹാഫ് ഇലുമിനേറ്റഡ് ദ ഹാഫ് ഷാഡോ പോർഷൻ ഓഫ് ദ മൂൺ ഫേസസ് ദ എർത്ത്. ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പകുതിയും ഷാഡോ ആയിട്ടുള്ള ഭാഗം പകുതിയും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി ഇതിലെ ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ഇൻകറക്റ്റ്, ഐഡന്റിഫൈ കറക്റ്റ് ആൻഡ് റൈറ്റ് ഇറ്റ്. എന്താ പറയുന്നത്, ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണെന്ന് അറിയോ? ന്യൂ മൂണിൻ്റെതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ന്യൂ മൂണിൻ്റെതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണ്, അന്ന് വരുന്നത് മൂൺ ഈസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ, സോ ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ. ഓക്കെ, എന്താ എഴുതേണ്ടത്? മൂൺ ഈസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ആണ്. അതുകൊണ്ട് എന്താണ്, ഇറ്റ്സ് നോട്ട് വിസിബിൾ, അത് വിസിബിൾ അല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതിലെ ബി ചോദ്യമാണ്, സജസ്റ്റ് എനി ടു സേഫ് വേസ് ടു ഒബ്സർവ് സോളാർ എക്ലിപ്സ്. സോളാർ എക്ലിപ്സ് നമുക്ക് കാണണമെങ്കിൽ ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ രണ്ട് മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എന്താണ്? ഒന്ന്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, സോളാർ ഫിൽറ്റർ ഗ്ലാസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഫിൽറ്റർ ഗ്ലാസസ്. അതുപോലെ തന്നെ പിൻഹോൾ ക്യാമറയും ഉപയോഗിക്കാം, പിൻഹോൾ ക്യാമറ. അടുത്ത ചോദ്യം സി ആണ്. ദ മൂൺ അപ്പിയേഴ്സ് ടു ബി ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ് ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ് ഡ്യൂ ടു ഇറ്റ്സ് വൈറ്റ് ഹാലോ ആൻഡ് ബ്ലാക്ക് ഹാലോ. എന്താണ്, ഈ ഒരു വൈറ്റ് ഹാലോയും ബ്ലാക്ക് ഹാലോയും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചന്ദ്രനെ വ്യത്യസ്ത വലുപ്പത്തിലും ആകൃതിയിലുമാണ് കാണപ്പെടുന്നത്. എക്സ്പ്ലെയിൻ ദ വൈറ്റ് ഹാലോ ആൻഡ് ബ്ലാക്ക് ഹാലോ ഓഫ് ദ മൂൺ. അങ്ങനെയാണെങ്കിൽ മൂണിൻ്റെ ഈ വൈറ്റ് ഹാലോ എന്ന് പറയുന്നത് എന്താണ്, ബ്ലാക്ക് ഹാലോ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമുക്ക് വൈറ്റ് ഹാലോ എന്താണെന്ന് പറയാം. വൈറ്റ് ഹാലോ എന്ന് പറഞ്ഞാൽ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് മൂൺ ആണ്. ഓക്കെ, ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് മൂൺ. ഇനി ബ്ലാക്ക് ഹാലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഷാഡോ പാർട്ടാണ്. ഓക്കെ, ഷാഡോ പാർട്ട് ഓഫ് ദ മൂൺ, ഷാഡോ പാർട്ട് ഓഫ് മൂൺ. അപ്പോൾ രണ്ടും, ഒന്ന് ഇലുമിനേറ്റഡ് പാർട്ടാണ്, ഒന്ന് ഷാഡോ പാർട്ടോ അല്ലെങ്കിൽ ഡാർക്ക് പാർട്ട് ഓഫ് മൂൺ എന്നും എഴുതി കൊടുക്കാം. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. ഹൗ ഡസ് ദ എക്സസീവ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് ആൽഗിയ ഇൻ വാട്ടർ ബോഡീസ് ഡിസ്റ്റർബ് ദ അക്വാറ്റിക് സിസ്റ്റം, റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഫിനോമിന. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ വെള്ളത്തിലല്ലേ, കുളത്തിലും മറ്റുമൊക്കെ ആൽഗ വളരുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. എന്താണ് ശരിക്കും ഇത് ഇത്രയും വളരാനുള്ള കാരണം എന്ന് പറയുന്നത്? അതിൻ്റെ ആ ഒരു ഫിനോമിനയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യൂട്രോഫിക്കേഷൻ എന്നാണ് അതിന് പറയുക. ഓക്കെ, സ്പെല്ലിങ് മാറിപ്പോയത്, യൂട്രോഫിക്കേഷൻ. ആ ഫിനോമിനയുടെ പേരാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഒന്നെന്ന് പറയുന്നത് റെഡ്യൂസസ് ഓക്സിജൻ, ഓക്സിജൻ കുറയുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഹാംസ്, ഓക്സിജൻ കുറയും, ഇതിൻ്റെ ഇതാണ് കേട്ടോ, ഓക്സിജൻ കുറവും. അതുപോലെ തന്നെ ഹാംസ് അക്വാറ്റിക് ലൈഫാണ്. എന്താണ്? ജലത്തിലെ ജീവികളുടെ ലൈഫ് തന്നെ ബുദ്ധിമുട്ടിൽ ആകും. ഇനി ബി ചോദ്യം, റൈറ്റ് എനി 4 സിറ്റുവേഷൻസ് ദാറ്റ് ക്യാൻ കോസ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷന് കാരണമാകുന്ന 4 സിറ്റുവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും? ഒന്നെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അല്ലേ, ഒന്ന് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. അതുപോലെ തന്നെ സീവേജ്. പിന്നെ എന്ത് കൊടുക്കാം? അഗ്രികൾച്ചറൽ കെമിക്കൽസ്. ഓക്കെ, കെമിക്കൽസ്. അതുപോലെ ഗാർബേജ്, സ്ഥലമില്ല കേട്ടോ, ഗാർബേജ്. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. സി ചോദ്യം നോക്കൂ. സി എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോ ഈസ് നോട്ട് എ ക്വാളിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ക്വാളിറ്റി അല്ലാത്തത് ഏത്? ഒന്ന് ക്ലിയർ വാട്ടർ, കളർലെസ് ആൻഡ് ഓഡ്ലെസ്, ഫ്രീ ഫ്രം ജേംസ്, അതുപോലെ ആസിഡിക് ഓർ ബേസിക് പ്രോപ്പർട്ടീസ് ആർ സീൻ. അപ്പോൾ ഇതിൽ ഏതാണ് അല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ബാക്കിയെല്ലാം വേണം, ഇത് മാത്രം പാടില്ല. ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. Question number 6 has 2 parts, 6A and 6B ആണ്. 6A ചോദ്യം നോക്കാം. Why is the eye used for preserve fish not used to make a soft drinks? എന്താണ് ഈ ഫിഷിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഐസ് ഉപയോഗിക്കാറുണ്ട്, എന്നാൽ സോഫ്റ്റ് ഡ്രിങ്ക്സിന് നമ്മൾ ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. ഐസ് ഫോർ ഫിഷ് മേ ബി ഇംപ്യൂർ കണ്ടെയ്ൻമെന്റ് ആണ്, നോട്ട് സേഫ് ഫോർ ഡ്രിങ്കിങ്. നമുക്ക് കുടിക്കാൻ നല്ലതല്ല. ഓക്കെ, നോട്ട് സേഫ് ഫോർ ഡ്രിങ്കിങ് ആണ്. ഇനി ബി ചോദ്യം, വാട്ട് ആർ ദ തിങ്സ് ടു ബി കെപ്റ്റ് ഇൻ
മൈൻഡ് വൈൽ ബൈയിങ് ഫിഷ് ഫ്രം ദ മാർക്കറ്റിൽ നിന്നും ഫിഷ് വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നോ ഫോൾ സ്മെൽ, നമുക്കൊരു ചീത്ത സ്മെല്ലും പാടില്ല. അതുപോലെ മറ്റൊന്ന് പറയുന്നത് ബ്രൈറ്റ് ഐസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, ബ്രൈറ്റ് ഐസ്. അതുപോലെ ഫേം ഫിഷ് ആണോ എന്നുള്ളതും നോക്കണം. ഓക്കെ, ഫേം ഫ്ലഷ്. ഓക്കെ, അതിൻ്റെ ഫ്ലഷ് എങ്ങനെയാണ്, നല്ല ഫേം ആണോ എന്താണെന്നുള്ളത് നോക്കണം. ഇനി റോഡോമൈൻ ബി ഈസ് ആൻ alternate added to jaggery, which disease is likely to occur if it enter the body even in a small amount. നമ്മുടെ ശരീരത്തിലേക്ക് ഈ റോഡോമിൻ ചെറിയ രീതിയിലും എത്തിയിട്ടുണ്ടെങ്കിൽ എന്തിന് കാരണമാകും? ക്യാൻസർ ആണോ, ട്യൂബർകുലോസിസ് ആണോ, പാരാലൈസിസ് ആണോ, അതുപോലെ ഹോമോഫീലിയ ആണോ? ഏതാണ്? ക്യാൻസറിനാണ് കാരണമാകുന്നത്. ഓപ്ഷൻ എ ക്യാൻസർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഇതിലെ ബി ചോദ്യമാണ്, വിച്ച് ടൈപ്പ് ഓഫ് ഫുഡ് ആർ യൂഷ്വലി പാസ്ചറൈസ്ഡ്? പാസ്ചറൈസ് ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് മിൽക്ക്, അതുപോലെ തന്നെ ജ്യൂസ്. ഇനി പാസ്ചറൈസ്ഡ് ഫുഡ് ആർ നോട്ട് സ്പോയിൽഡ് ഈസിലി. വൈ? എന്തുകൊണ്ടാണ് പെട്ടെന്ന് അത് സ്പോയിൽ ആവാത്തത്? കാരണം എന്താണ്? അത് കിൽസ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനൊക്കെ അത് കില്ല് ചെയ്യും. ഇനി ഹൂ ഡിസ്കവേർഡ് എ പാസ്ചറൈസേഷൻ? ആരാണ് ഇത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണോ, ഇസാക്ക് ന്യൂട്ടൺ ആണോ, റോബർട്ട് ഹുക്ക് ആണോ, ലൂയിസ് പാസ്ചർ ആണോ? ആരാണ്? ലൂയിസ് പാസ്ചർ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും വരും. എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.